പറയുന്നു, പാലക്കാട് ജില്ലയിൽ അത്ഭുതകരമായ വിസ്മയകരമായ വിജയങ്ങൾ നമുക്കുണ്ടാവും, ഒരു സംശയമില്ല. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സീറ്റുകൾ പോലും ഈ ജില്ലയിൽ ജയിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും ഈ യോഗത്തിൽ തുറന്നു പറയാൻ കഴിയില്ല. നേതാക്കളോട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തിയാൽ നല്ല പിന്തുണ എല്ലാ ഭാഗത്തു നിന്നും നമുക്കുണ്ടാവും. ഞാൻ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ CPM-ൽ നിന്ന്, CPM-ന്റെ സഹയാത്രികരിൽ നിന്ന് UDF-ന് അനുകൂലമായ വോട്ടുകൾ കിട്ടുമെന്ന യാതൊരു സംശയവും നിങ്ങൾക്ക് വേണം. നമ്മളെക്കാൾ കൂടുതൽ ആവേശത്തോടെ ഈ സർക്കാർ തുടരരുത് എന്ന് ആഗ്രഹിക്കുന്നത് ഈ നാട്ടിലെ നല്ല കമ്മ്യൂണിസ്റ്റുകാർ കുറേ പേരുണ്ടല്ലോ. നല്ല കമ്മ്യൂണിസ്റ്റുകാർ കുറേ പേരുണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. പാലക്കാടുണ്ടല്ലോ നല്ല കമ്മ്യൂണിസ്റ്റുകാർ. അവരാഗ്രഹിക്കുന്നത് ഒരു കാരണവശാൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരരുന്ന ഇടതുപക്ഷ സഹയാത്രികരായിരുന്ന ആളുകൾ, ബുദ്ധിജീവികളായിരുന്ന ആളുകൾ, സാംസ്കാരിക പരിസരത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, അവരെല്ലാം കേരളത്തിന്റെ മനസ്സുപോലെ എല്ലാവരും ആഗ്രഹിക്കുന്നു ഇവർ അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കാണ് അസൈൻമെന്റ്, നമുക്കാണ് നിയോഗം. അതിനുവേണ്ടി പ്രവർത്തിച്ച് കഠിനാധ്വാനം ചെയ്ത് അതാത് സ്ഥലങ്ങളിൽ മുഴുവൻ നേതാക്കന്മാർ അവരവരുടെ ബൂത്തുകളിൽ, അവരവരുടെ വാർഡുകളിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അതാത് പഞ്ചായത്തുകളിൽ എല്ലാ സഹായവും ചെയ്തു കൊടുത്തുള്ള ഒരു കൂട്ടായ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കതിന് കഴിയും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങളെ അതിൻ്റെ മുഴുവൻ ചുമതലയും പൂർണ്ണ വിശ്വാസത്തോടെ ഏൽപ്പിക്കട്ടെ. പൂർണ്ണ വിശ്വാസത്തോടെ ഏൽപ്പിച്ചുകൊണ്ട് അന്തിമമായ വിജയം നമ്മുടേതാണ്, അത് നമ്മുടേത് മാത്രമാക്കി മാറ്റണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. നിരവധി നേതാക്കൾ, MLA മാരും MP ഒക്കെ അടക്കം നിരവധി നേതാക്കന്മാർ സംസാരിക്കാനുണ്ട്.